ഫോർത്ത് സെമസ്റ്റർ എംകോ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 2 എന്ന് പറയുന്ന പേപ്പറിൽ കഴിഞ്ഞ 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്, വൈ ആൻഡ് സെഡ് ആർ ഈക്വൽ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം with X being a non-working partner. The profit and loss account for the year ended 31st March 2023 is as under: to rent 20,000, office expense 25,000, salaries 1 lakh, advertisement 15,000, goods and service tax 30,000, charity and donation 5,000, bad debt reserve 10,000, bad debt 15,000, sundry expense 20,000, depreciation allowed by the department 25,000, interest on capital X 50,000, Y 25,000, Z 25,000. Then next, to commission X 15,000, Y 10,000, Z 5,000, to net profit 25,000. Then by gross profit 4,05,000, discount 10,000, then bad debt recovered 2,000, bank interest 3,000, totally 4,20,000. The next തന്നിട്ടുള്ള ഇതാണ്: salaries include partner salaries Y rupees 15,000, Z rupees 10,000, bad debt admissible by the department 12,500, furniture purchased by X for personal use rupees 10,000 has been debited to sundry expense. Donation included donation to a local school 3,500 by check, to a club rupees 1,000, and to a trade association rupees 500. Capital account of the partners at the beginning of the previous year as on 1/4/2022 were as follows: X rupees 2 lakh, Y rupees 1 lakh, Z rupees 1 lakh, total rupees 4 lakh. Then office expenses include bonus to partners X 1,000, Y 2,500, Z 1,500, total 5,000. Compute the profit from business and total income of the firm for the relevant assessment year, and also compute the share of each partner in the firm. The firm does not fulfill the conditions of 184, section 184. അപ്പോൾ അസസ്മെൻറ്റ് ഓഫ് ഫേം എന്ന് പറയുന്ന പാർട്ടിൽ വരുന്നതാണ്. പക്ഷെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ 184 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നില്ല. അപ്പോൾ 184 ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്നതിൽ, വർക്കിംഗ് പാർട്ട്നേഴ്സ് എന്നതിൽ ഡിഡക്ഷൻ ആയിട്ട് ഈ ഒരു പ്രോബ്ലത്തിൽ ലഭിക്കുകയില്ല. ഓക്കെ, അതായത് നോർമലി എന്താണ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് എന്നുള്ളതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ആ ഒരു ഡിഡക്ഷൻ ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു 184 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നുള്ളത് ജസ്റ്റ് നോക്കുക. ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ നെറ്റ് പ്രോഫിറ്റ് എടുത്തിരുന്നു. നെറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ എത്രയാണ്? നെറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 25,000 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി ആഡ് ഇൻഅഡ്മിസിബിൾ ഐറ്റംസ് ആണ്. ഇൻഅഡ്മിസിബിൾ ഐറ്റംസിനെ നമ്മൾ എടുത്തിരുന്നു. ഇവിടെ ചാരിറ്റി ആൻഡ് ഡൊണേഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് ചാരിറ്റി ആൻഡ് ഡൊണേഷൻ തന്നിട്ടുള്ളത്? 5,000 ആണ്. ഓക്കെ, അപ്പോൾ ആ 5,000 നമ്മൾ എന്ത് ചെയ്യും, ഡിഡക്ഷൻ ആയിട്ട് കൊടുക്കും. ഓക്കെ, ഇനി ബാഡ് ഡെപ്റ്റ് റിസർവ്. ബാഡ് ഡെപ്റ്റ് റിസർവ് എന്ന് പറയുന്നത് ഇൻഅഡ്മിസിബിൾ ആണ്, 10,000 ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഇനി അടുത്ത് വരുന്ന ബാഡ് ഡെപ്റ്റ് ആണ്. ബാഡ് ഡെപ്റ്റിൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബാഡ് ഡെപ്റ്റ് അഡ്മിസിബിൾ ബൈ ദി ഡിപ്പാർട്ട്മെൻറ്റ് എത്രയാണ്? 12,500 ആണ്. പക്ഷെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ടിൽ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 15,000 തന്നിട്ടുണ്ട്. അതിൽ 2,500 ഇൻഅഡ്മിസിബിൾ ആണ് എന്നുള്ളതാണ്. നമ്മൾ 12,500 കാണിക്കേണ്ടത് 2,500 എന്ത് കൂട്ടി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് 15,000 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 2,500 ഇൻഅഡ്മിസിബിൾ ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഇനി ഇതിനെ കാണിക്കുന്ന വേറെ രൂപമുണ്ട്. ഇവിടെ ബാഡ് ഡെപ്റ്റ് 15,000 ഇവിടെ കാണിക്കുന്നു, 12,500 ലെസ് ചെയ്തും കാണിക്കുന്നു. രണ്ട് രൂപത്തിൽ അങ്ങനെയും കാണിക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഇതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതായത് ഇൻഅഡ്മിസിബിൾ എത്രയാണോ ഇൻക്ലൂഡഡ് ആയത് അതിനെ ലെസ് ചെയ്യാം. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻഅഡ്മിസിബിൾ ആണ്, 1 lakh ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സിൽ കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് X 15,000, Y എത്ര തന്നിട്ടുണ്ട്? 10,000 കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, 15,000, 10,000. അതേപോലെ Z എത്രയാണ്? 5,000 ആണ്. ഇത് അഡ്മിസിബിൾ ആണ്. ഇനി സാലറി ടു പാർട്ട്നേഴ്സിൽ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്. സാലറി ഇൻക്ലൂഡ് പാർട്ട്നേഴ്സ് Y 15,000, അതേപോലെ Z 10,000. അപ്പോൾ സാലറി എന്നത് റെമ്യൂണറേഷനിൽ വരുന്നതാണ്, അത് ഇൻഅഡ്മിസിബിൾ ആണ്. Yക്ക് 15,000, അതേപോലെ എന്താണ് Z-ന് 10,000, ടോട്ടലി 25,000. ഇവിടെ 15,000
കമ്മീഷൻ വരുന്നത് 10,000, 15,000, 5,000 ടോട്ടൽ 30,000 കിട്ടും. ഇനി ബോണസ് ടു പാർട്ട്നേഴ്സ് കൂടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ബോണസ് ടു പാർട്ട്നേഴ്സ് എന്നുള്ളത് എത്രയാണ് ക്വസ്റ്റനിൽ പറഞ്ഞത്, നിങ്ങളോട് പറയുന്നത് 1,000, 2,500, 1,500 ടോട്ടൽ 5,000 വരും. ഓക്കെ, 1,000, 2,500, 1,500 ടോട്ടൽ 5,000. ഇനി നിങ്ങളെ ക്വസ്റ്റനിൽ മൂന്നാമതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഫർണിച്ചർ പർച്ചേസ്ഡ് ബൈ എക്സ് ഫോർ പേഴ്സണൽ യൂസ്. ഓക്കെ, പേഴ്സണൽ ഉപയോഗത്തിന് വേണ്ടി ഫർണിച്ചർ വാങ്ങിച്ചു, അത് പ്രൊവിഡൻസ് അക്കൗണ്ട് കാണിച്ചിട്ടുണ്ട്. 10,000 അതിന് സൺട്രി എക്സ്പെൻസ് ആയിട്ട് എന്തായിട്ടുണ്ട് ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു 10,000 എന്ന് പറയുന്നത് ഇൻഅഡ്മിസിബിൾ ആണ്. അപ്പോൾ ആ ഒരു ഇൻഅഡ്മിസിബിൾ ഐറ്റം കൂടെ നമ്മൾ ഇതിൽ നിന്ന് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിൽ ശരിക്കും ഇതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റാത്തതാണ്, അതുകൊണ്ടാണ് ഇൻഅഡ്മിസിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം ടോട്ടൽ ചെയ്യുന്നു നമ്മൾ. അപ്പോൾ നമുക്ക് 1,87,500 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു 25,000 കൂടെ 1,87,500 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2,12,500 എന്ന് കിട്ടും. ഇതിൽ നമ്മൾ ലെസ് ചെയ്യേണ്ട ഐറ്റംസിനെ ലെസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഇൻകത്തിൽ എല്ലാത്ത ഇൻകം നമ്മുടെ ക്വസ്റ്റനിൽ ഉണ്ടാകും. അതായത് പ്രൊവിഡൻസ് അക്കൗണ്ടിൽ ബാങ്ക് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്, അത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ ലെസ് ചെയ്യുന്നു. ഓക്കെ, ബാങ്ക് ഇൻട്രസ്റ്റ് 3,000. അതേപോലെ ഡൊണേഷൻ ടു ട്രേഡ് അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, ഡൊണേഷൻ ഇൻക്ലൂഡ് ഡൊണേഷൻ ടു എ ലോക്കൽ സ്കൂൾ 3,500 ബൈ ചെക്ക്, ക്ലബ്ബ് 1,000 ആൻഡ് ട്രേഡ് അസോസിയേഷൻ ആകുമ്പോൾ അതെന്താണ് അഡ്മിസിബിൾ ആണ്. അപ്പോൾ അഡ്മിസിബിൾ ആകുമ്പോൾ നമ്മൾ പ്രൊവിഡൻസ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ഒരു ഐറ്റമാണ്, ലെസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. ഡൊണേഷൻ ടു ട്രേഡ് അസോസിയേഷൻ 500, അപ്പോൾ 3,500 വരും ടോട്ടലി. അപ്പോൾ 2,12,500 നിന്നും 3,500 കുറച്ചാൽ ബിസിനസ് ഇൻകം നമുക്ക് 2,09,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ ബിസിനസ് ഇൻകം 2,09,000 കിട്ടി. ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ത് വരുന്നുണ്ട്, ബാങ്ക് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് 3,000. അപ്പോൾ ടോട്ടൽ ഗ്രോസ് ടോട്ടൽ ഇൻകം 2,12,000 എന്ന് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഇതിൽ നിന്ന് ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുന്നു. ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് 80G ആണ് ഇവിടെ വരുന്നത്. ഡൊണേഷൻ വരുന്നുണ്ട്. ഡൊണേഷൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡൊണേഷൻ ഇൻക്ലൂഡ് ഡൊണേഷൻ ടു ലോക്കൽ സ്കൂൾ 3,500, അത് അലോബിൾ ഡിഡക്ഷൻ ആണ്. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതേപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്നത് അലോബിൾ ആണ്. എന്നാൽ ടു എ ക്ലബ്ബ് 1,000 അതെന്തല്ല ഡിഡക്ഷൻ കിട്ടുന്ന ഒരു ഐറ്റം അല്ല. ട്രേഡ് അസോസിയേഷൻ ഓൾറെഡി നമ്മൾ കാണിച്ചു, എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു. അപ്പോൾ ഇവിടെ 3,500 മാത്രമേ എന്ത് വരുന്നുള്ളൂ, ഡൊണേഷൻ വരുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി 80G പ്രകാരം ഡിഡക്ഷൻ കാണും എങ്ങനെയാണ്, ക്വാളിഫയിങ് എമൗണ്ട് കാണണം. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം എടുക്കുന്നു, അതിൻ്റെ 10% ആണെന്ന്. ഗ്രോസ് ടോട്ടൽ ഇൻകം ഇവിടെ എത്രയാണ്, 2,12,000 ആണ്. ഓക്കെ, 2,12,000 ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അതിൻ്റെ 10% 21,200 ആണ്. ഇനി ആക്ച്വൽ ഡൊണേഷൻ എടുക്കുന്നു. ഡൊണേഷൻ നമ്മൾ പറഞ്ഞു ഏത് മാത്രമേ ഉള്ളൂ, 3,500 മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഏതാണോ കുറവ് വരുന്നത് ഏതാണ്, 3,500 ആണ്. അതിൻ്റെ 50% ആണെന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 1,050 എന്ന് കിട്ടും, 1,750 എന്ന് കിട്ടും. അതാണ് ഇവിടെ 80G പ്രകാരം ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ 2,12,000 നിന്ന് 1,750 നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം നമുക്ക് എത്ര കിട്ടും, ഇവിടെ 2,10,250 എന്ന് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് എന്താണ്, പാർട്ട്നേഴ്സ് ഷെയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. തന്നിരിക്കുന്ന ടോട്ടൽ ഇൻകം 2,10,250യുടെ ടാക്സ് 30% വെച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇവിടെ എന്താണ് ഫേമിൻ്റെ കേസിൽ 30% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. 2,10,250 അറ്റ് 30% കണ്ടു കഴിഞ്ഞാൽ 63,075 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ HEC 4% ആഡ് ചെയ്യുന്നു, 2,523. അപ്പോൾ 65,598 എന്ന് കിട്ടും. ഇതിനെ റൗണ്ട് ചെയ്യുന്നു നമ്മൾ. അപ്പോൾ 65,600 എന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇനി നമ്മൾ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതായത് 2,10,250 നിന്നും ഈ ഒരു ടാക്സ് മൈനസ് ചെയ്യുന്നു 65,600. അപ്പോൾ 1,44,650 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഇൻകത്തിനെ, ബാലൻസ് ഇൻകത്തിനെ നമ്മൾ ഓരോ പാർട്ട്നേഴ്സിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, 1,44,650 ഡിവൈഡ് ബൈ 3, ദറ്റ് ഈസ് 48,217 എന്ന് നമുക്ക് എന്ത് കിട്ടും, ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ഷെയർ കിട്ടും. ഓക്കെ, പാർട്ട്നർ ഷെയർ ഫ്രം ഫേം എന്താണ്, എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ 48,217 ആണ് ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ഷെയർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.